നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും PM ശ്രീ ചർച്ചയിൽ CPIയുടെ എതിർപ്പിന്റെ മൂർച്ച കൂടിയതിനെ തുടർന്ന് PM ശ്രീ കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ കത്തയച്ചു. കഴിഞ്ഞ ഉച്ചയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രത്തിന് കത്തയച്ചത്. കേന്ദ്ര സർക്കാരിനെ കത്തയക്കാൻ വൈകുന്നതിനെതിരെ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് പ്രതിഷേധിച്ചിരുന്നു. CPI നടത്തിയ ഈ വിരട്ടലിന് പിന്നാലെയാണ് വി ശിവൻകുട്ടി കത്തയച്ചത്. CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്ന് കത്തിന്റെ കരട് CPI മന്ത്രിമാരെ കാണിച്ച ശേഷം കേന്ദ്രത്തിന് അയച്ചു. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന തീരുമാനമെടുത്തിരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ കൂടിക്കാഴ്ചയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ വാക്കാൽ മാത്രമേ ഇത് അറിയിച്ചിരുന്നുള്ളൂ. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടതിന് പിന്നാലെ സർക്കാരിനെതിരെ CPI രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് CPI കടുത്ത നിലപാടെടുത്തതോടെ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് നേരിട്ട് രംഗത്ത് വന്നത്. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്ത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ അടഞ്ഞ അധ്യായമല്ല, മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട. നയങ്ങളിൽ നിന്നും പിന്നോക്കം പോയത് ആരെന്ന് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഇടത് നയങ്ങളെപ്പറ്റിയും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ലെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ത്യയിലേക്ക് അയച്ച കത്താണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കത്ത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണെന്ന നിലയിലും ചിലർ വിലയിരുത്തുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി CPMന് അറിയാം. SSK ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അത് ആരുടെയും ഔദാര്യമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ല. ആരെങ്കിലും ഇടപെട്ടതുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമോ മറ്റൊരു കൂട്ടരുടെ പരാജയമോ ആയി ഞാൻ കാണുന്നില്ല. നയം LDFനുണ്ട്. നയത്തിൽ കൂടിയാലോചനകളിലൂടെ പരിഹാരം കാണണമെന്ന് തീരുമാനിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുറുകെ പിടിക്കുന്നുണ്ട്. അതിലൊക്കെ ആര് എപ്പോൾ പിറകോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റ്മോർട്ടം നടത്താൻ മുതിരുന്നില്ല. 45 മിനിറ്റ് നേരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി. കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുകയാണ് ലക്ഷ്യം. PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി സംസാരിക്കുകയും ഇന്നലെ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. RSS അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന പ്രശ്നമേയില്ല. ആരൊക്കെയാണ് സമരം ചെയ്തത്, ഇടപെട്ടത്, ത്യാഗം സഹിച്ചതെന്നും അളക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ജനം തീരുമാനിക്കട്ടെ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു പദ്ധതിയെ ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നതെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ ഫണ്ടിനെ കുറിച്ചല്ല കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തത്. SSK ഫണ്ടിനെയും മറ്റു ഫണ്ടിനെയും കുറിച്ചാണ് ചർച്ച ചെയ്തത്. കത്ത് കൊടുത്ത സ്ഥിതിക്ക് ഇനി ബാക്കി ഫണ്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. SSK ഫണ്ടായ 1257 കോടി കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദിത്തം തനിക്കില്ല, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RSSനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂവെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ബിനോയ് വിശ്വത്തിന്റെ ലേഖനം വായിച്ചാൽ അത് ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നത് വ്യക്തമാണ്. നമ്മളൊന്നും മണ്ടന്മാരല്ല, ഞാൻ വസ്തുത പറയുകയാണ്. തെരഞ്ഞെടുപ്പ് ആയതിനാൽ കൂടുതൽ പറയുന്നില്ല. രൂപീകരിച്ച കമ്മിറ്റിയെ പോലും കഴിഞ്ഞ ദിവസം പുച്ഛിച്ചു. PM ശ്രീയിൽ നിന്നും പിന്മാറിയിട്ടില്ല, താൽക്കാലികമായി മരവിപ്പിച്ചിട്ടേ ഉള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. രൂപീകരിച്ച സമിതി യോഗം ചേരും, കൃത്യമായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകും. സമിതിയെ പുച്ഛിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ കേന്ദ്രം കത്തയച്ചതിന് പിന്നാലെ LDFന്റെ രാഷ്ട്രീയം എന്താണെന്ന് CPIക്ക് അറിയാമെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത്. CPM എന്തെല്ലാം ചെയ്യുമെന്ന് CPIക്ക് അറിയാം. ഇത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. CPIക്കും CPMനും ഈ വഴിയല്ലാതെ മറ്റു വഴികളില്ല. ഇത് RSS അജണ്ടയ്ക്കെതിരായ വിജയമാണ്. LDFൽ എല്ലാവർക്കും അഭിമാനമുണ്ട് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അത് തന്റെ മേൽ ചാരണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്.
PM ശ്രീ സ്കൂൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. 14,500-ലധികം സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി. വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയവും നയപരവുമായി പദ്ധതിയെ എതിർത്ത് വരികയായിരുന്നു. 2023-27 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ PM ശ്രീയായി വികസിപ്പിക്കും. RSS അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 3 വർഷമായി കേരളം പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല. ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി രൂപയാണ് ചിലവഴിക്കുക. കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 എന്ന അനുപാതത്തിലായിരിക്കും ചിലവ് വഹിക്കുക. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നാണ് CPIയുടെ ചോദ്യം. പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിലെത്തിയപ്പോൾ CPI എതിർത്തതിനാൽ മുന്നോട്ട് പോയില്ല. തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി PM ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി V ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഇത് വാർത്തകളായിട്ട് പുറത്തുവരികയും ചെയ്തിരുന്നു. CPI പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നതും ഇതോടെയാണ്. കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. 1466 കോടി രൂപ എന്തിന് വെറുതെ കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. CPIക്ക് എതിർപ്പുണ്ടെന്നും തോന്നുന്നില്ല. കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്നും മന്ത്രി വാദിച്ചു. PM ശ്രീ ഒരു CPM CPI തർക്കമല്ലെന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ച പാടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും. ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് CPM എന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. RSS തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടതു സർക്കാർ ബലി കഴിപ്പിക്കരുതെന്നും CPI മുഖപത്രത്തിൽ ലേഖനവും വന്നു. CPI നിലപാട് ഘടിപ്പിച്ചതോടെ PM ശ്രീ സ്കൂൾ നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്നും LDF കൺവീനർ അറിയിച്ചു. CPIയുടെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്നും CPI ജനറൽ സെക്രട്ടറി MA ബേബിയും പറയുകയുണ്ടായി. മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോകൂ എന്നായിരുന്നു ബേബിയുടെയും വാദം. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഇതിനൊപ്പം PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതിൽ ബ്രാൻഡിങ്ങിനോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ് മുമ്പ് CPM-ഉം CPI-യും ഒക്കെ നിലപാടെടുത്തിരുന്നത്. ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം NCERT-യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇതിനു പുറമെ സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും. കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെയാണ് 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല. ഇങ്ങനെ പല സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ CPI മടിക്കുന്നത്. ഏതായാലും ഇപ്പോൾ V ശിവൻകുട്ടി അടക്കം തന്റെ നിലപാട് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇനി ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് തന്റെ മേൽ പഴിചാരണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് V ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്.